നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നവർക്ക്, ഞരമ്പുകൾക്ക് ബലം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 5 ആയുർവേദ തൈലങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഒരു മണൽക്കിഴി പ്രയോഗവും കൂടിയിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്നതാണ്. ആയുർവേദത്തിൽ തന്നെ പലതരത്തിലുള്ള വാദശമനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തൈലപ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ഞരമ്പുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ടും കൈകാൽ തരിപ്പ്, അതുപോലെ പ്രമേഹത്തിന് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇവരിലെ വേദനകൾ, നീർക്കെട്ട് മുതലായിട്ടുള്ളവ കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്ന തൈലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് സഹചരാതി തൈലമാണ്. സഹചരാതി തൈലം എപ്പോഴും നമ്മൾ പ്രമേഹത്തിന് ശേഷം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, പ്രധാനമായിട്ടും തരിപ്പ്, മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഇവരിൽ കൂടുതൽ കാണാറുണ്ട്. അതുപോലെ തന്നെ സയാറ്റിക്ക പോലുള്ള കണ്ടീഷൻസുകൾക്ക് ബലഹീനത മാറാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിച്ചു പോരുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ദശമൂലങ്ങളും മഞ്ചിഷ്ട, ചന്ദനം, കുറിഞ്ഞി മുതലായിട്ടുള്ള ഔഷധങ്ങളായിട്ട് വരുന്നത്. ഇനി ഇതിൽ ഉപയോഗ രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും തൈലങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും രാവിലെയുള്ള സമയത്താണ് ഏറ്റവും ഗുണകരം. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് മുൻപേ ആയിട്ടുള്ളതാണ് ഗുണകരമായിട്ടുള്ളത്. ഒരിക്കലും ഉച്ച സമയത്തും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലും തൈലപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കഴിവതും നമ്മളൊരു 9 മണിക്ക് മുന്നേ ഒക്കെ തൈലപ്രയോഗങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും ഗുണകരമായിട്ടുള്ളത്. ഒരിക്കലും തൈലങ്ങൾ പുക വരുന്ന പോലെയുള്ള രീതിയിൽ ചൂടാക്കി എടുക്കരുത്. ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ വേദനയുള്ള ഭാഗത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഏകദേശം ഒരു 30 മിനിറ്റ് നേരമെങ്കിലും നമ്മളത് ആ ഒരു തൈലം തേച്ചിരിക്കേണ്ടതാണ്. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത്. തൈലപ്രയോഗത്തിന് ശേഷം പച്ചവെള്ളത്തിൽ പോയിട്ട് കുളിക്കരുത്. ചെറു ചൂടുവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുളിക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ ഈ ഒരു ഇരിക്കുന്ന അരമണിക്കൂർ മാക്സിമം നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് വേദനയുള്ള ഭാഗത്ത് ഒരു മസാജും കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. ഇങ്ങനെയാണ് എല്ലാം പറയാൻ പോകുന്ന തൈലപ്രയോഗങ്ങളും ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്. അടുത്ത തൈലം എന്ന് പറയുന്നത് മഹാമാഷ തൈലമാണ്. ഇതിന്റെ പ്രധാന ചേരുവയായിട്ട് വരുന്നത് ഉഴുന്നാണ്. ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നെർവ് ഡീജനറേഷൻ കണ്ടീഷൻസുകളിൽ, മസിൽ പിടുത്തമുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, അതുപോലെ പെരിഫറൽ ന്യൂറോപ്പതി കണ്ടീഷൻസുകളിലൊക്കെ തന്നെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മുടെ ഞരമ്പുകൾക്ക് ബലം കുറഞ്ഞു വരിക, ക്ഷയിച്ചു വരിക, കാലുകൾക്ക് ശക്തി കുറവായിട്ട് പലരിലും കാണപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളിൽ, പ്രത്യേകിച്ച് പാരാലിസിസ് പോലുള്ള അല്ലെങ്കിൽ തളർന്നു പോയിട്ടുള്ള കണ്ടീഷൻസുകളിലും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലപ്രയോഗമാണിത്. ഇതിൽ ചേർന്നിട്ടുള്ള പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് ഉഴുന്ന്, ദശമൂലങ്ങള്, ജീവനീയ ഗണങ്ങള്, അമുക്കുരം, ദേവതാരം, എരിഞ്ഞില്, 3 തരത്തിലുള്ള ഉപ്പ്, പാല് മുതലായിട്ടുള്ള ഒരുപാട് ചേരുവകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് ഈ ഒരു പറഞ്ഞിട്ടുള്ള നെർവ് കണ്ടീഷൻസിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു പോരുന്നത് തന്നെയാണ്. ഉപയോഗ രീതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുതായി ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ പുരട്ടി കൊടുക്കുക. ഒരു 20 തൊട്ട് 30 മിനിറ്റ് സമയം വരെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. മൂന്നാമത്തെ തൈലം കൊട്ടം ചുക്കാതി തൈലമാണ്. വളരെ സുപരിചിതമായിട്ടൊരു തൈലം തന്നെയാണ്. ഇത് നമ്മുടെ കൈകളിലേക്ക്, പ്രധാനമായിട്ടും തോളിന്റെ ഭാഗം, കൈകളിലേക്കുള്ള രക്തയോട്ടം കുറവായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, തരിപ്പ്, മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, അതുപോലെ കഴുത്തൊക്കെ ചിലർക്ക് തിരിക്കാൻ പറ്റാത്തതുപോലെ സ്റ്റിഫായിട്ട് ഒരു പിടുത്തം വന്നിട്ടുള്ള മസിൽ പിടുത്തത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളിലൊക്കെ തന്നെ ഈ ഒരു തൈലം ചെറു ചൂടോട് കൂടിയിട്ട് ആ ഒരു ഭാഗത്ത് പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുകയും അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത്, കഴുത്തിന്റെ ഭാഗത്ത് ചൂട് പിടിക്കുക, ചെറു ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട് ചൂട് പിടിക്കുന്ന രീതിയും നമുക്ക് ഈ ഒരു വേദനകൾ അകറ്റാൻ വേണ്ടിയിട്ടും ആ ഒരു സ്റ്റിഫ്നെസിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുണകരമാകുന്നതാണ്. ഇതിന്റെ പ്രധാന ചേരുവകൾ കൊട്ടൻ, ചുക്ക്, വയമ്പ്, മുരിങ്ങ വേരിന്റെ തൊലി മുതലായിട്ടുള്ളവയാണ് ചേർത്തിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും മസിൽ പിടുത്തത്തിന് വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നാലാമത്തെ തൈലം എന്ന് പറയുന്നത് കർപ്പൂരാതി തൈലമാണ്. ഇത് വേദനകൾക്ക് മാത്രമായിട്ടുള്ളതല്ല, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ നെഞ്ചിൽ കഫം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചെറുതായിട്ട് കർപ്പൂരാതി തൈലം ചൂടാക്കി നെഞ്ചിന്റെ ഭാഗത്തോ പുറകിന്റെ ഭാഗത്തൊക്കെ തന്നെ തേച്ചു കൊടുക്കുന്നത് ആ ഭാഗത്തെ വേദനകളും അതുപോലെ കഫവും ഒക്കെ തന്നെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ബാക്ക് പെയിൻ ഉള്ളവർക്കാണ് പ്രധാനമായിട്ടും പുറം വേദന അല്ലെങ്കിൽ നടുവ് വേദനയുടെ ഭാഗത്തുണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇതിന്റെ പ്രധാന ചേരുവയായിട്ട് വരുന്നത് കർപ്പൂരമാണ്. മറ്റൊന്ന് അയമോദകമാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിന്റെ
പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൈകൾ നമ്മൾ പുറകിലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, രണ്ട് കൈകൾ നമ്മൾ ഒരുപോലെ പുറകിലേക്ക് വെക്കുന്ന സമയത്ത് തോളിന്റെ ഭാഗത്തൊക്കെ വേദനകൾ അനുഭവിക്കുന്നവർക്കോ ഇല്ല ഒരു സ്റ്റിഫായിട്ട് മുഴുവനായിട്ടുള്ള രീതിയിൽ നമുക്ക് പുറകിലേക്ക് കൈ വെക്കാൻ പറ്റാത്തവർക്ക് ആ ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ആ ഒരു പിടുത്തം മാറി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് കഴുത്തിന്റെ ഭാഗത്തും കൈകളിലേക്കുള്ള ആ ഒരു മസിൽസിന്റെ വേദനകളും മൾട്ടിപ്പിൾ ജോയിന്റ് പെയിനുകൾക്കൊക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അഞ്ചാമത്തെ തൈലം എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള തൈലമാണ്, ധന്വന്തരം തൈലമാണ്. ഇത് നമ്മുടെ അസ്ഥി സംബന്ധമായിട്ടുള്ള, പ്രധാനമായിട്ടും നമുക്ക് അസ്ഥിക്ഷയം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, തേയ്മാനത്തിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, ഒടിവ് ചതവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്ക് വരെ, അല്ലെങ്കിൽ ഗർഭിണികൾക്കും പ്രസവാനന്തരമുള്ള നമ്മുടെ ആ ഒരു വേദനകള്, നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ധന്വന്തരം തൈലം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് കുറുന്തോട്ടി തന്നെയാണ്. കുറുന്തോട്ടി, ഞെരിഞ്ഞില്, അതുപോലെ ദശമൂലങ്ങൾ, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവയെല്ലാം തന്നെ നമുക്ക് നമ്മുടെ വേദനകളും നീർക്കെട്ടുകളും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. പതിവായി ധന്വന്തര തൈലം തേച്ച് കുളിക്കുന്നവർക്കാണെങ്കിൽ പലതരത്തിലുള്ള ചർമ്മരോഗങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുള്ള 5 തൈലങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥകൾ അനുസരിച്ച് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇനി ചിലർക്ക് ഇങ്ങനെയുള്ള തൈല പ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അതായത് ആമവാദ കണ്ടീഷൻസുകളിൽ അമിതമായിട്ട് നീരും നീർവീക്കം ഒക്കെ ഉള്ളവർക്കൊക്കെ തന്നെ ചിലപ്പോൾ ഉപയോഗിക്കാൻ കഴിയണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മണൽക്കിഴി പ്രയോഗം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനെ വാലുക സ്വേദ എന്നുള്ള രീതിയിലാണ് ആയുർവേദത്തിൽ പറയുന്നത്. മണല് ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കുറച്ച് സമയം നമ്മൾ വെയിലത്തിട്ടതിന് ശേഷം ഇത് കുറച്ച് കട്ടിയുള്ള തുണിയിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ കിഴി രൂപത്തിലാക്കി കെട്ടുക. അതിനുശേഷം കുറച്ച് മണല് ചട്ടിയിൽ നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഈ 2 കിഴികളായിട്ട് കെട്ടുക. അമിതമായിട്ട് പൊള്ളിക്കുന്ന രീതിയിൽ നമ്മൾ ചൂട് പിടിക്കരുത്. അതുകൊണ്ട് തന്നെ ചെറുതാക്കിയിട്ട് ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം മാത്രമാണ് പിന്നെ ഒന്ന് നമ്മൾ ഈ ഒരു കിഴി മാറ്റി കൊടുക്കേണ്ടത്. കാരണം രോഗിക്ക് അത് പൊള്ളാൻ പാടുള്ളതല്ല. അപ്പൊ ചെറു ചൂടോട് കൂടിയിട്ട് മാത്രമായിട്ട് കിഴി വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ എണ്ണ പ്രയോഗം ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ്. എന്നാൽ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദനകൾ, നീർക്കെട്ടില്ലാതെ വേദനകൾ മാത്രം വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മേൽ പറഞ്ഞിട്ടുള്ള തൈലങ്ങളിൽ ഏതെങ്കിലും ഒരു തൈലം നമുക്ക് ചെറുതായി ചൂടാക്കിയതിന് ശേഷം അരമണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്തേക്ക് ഈ ഒരു മണൽക്കിഴിയുടെ പ്രയോഗം ഇതിന് മുകളിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അമിതമായിട്ട് നീർക്കെട്ട് ഇല്ലാത്തവർക്കാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. വേദന മാത്രമുള്ളവർക്ക് ഇതിന് പുറമെ, നമ്മൾ തൈലത്തിന് പുറമെ ആയിട്ട് ഈ ഒരു മണൽക്കിഴിയുടെ പ്രയോഗം കൂടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഫലപ്രദമായിട്ട് വേദനകൾ കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്ന ഒരു രീതിയാണ്. എന്നാൽ ഈ ഒരു കിഴി കെട്ടുന്ന സമയത്ത്, അല്ലെ കിഴി കുത്തുന്ന ആദ്യത്തെ 2 ദിവസം എന്ന് പറയുന്നത് ശരീരത്തിൽ നമുക്ക് വേദന സ്വാഭാവികമായിട്ടും ഒന്ന് കൂടിയിട്ടാണ് പിന്നെ കുറയുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കിഴി നമ്മൾ പൊതുവെ വെച്ചൊരു ശീലമില്ലാത്തവരായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ശരീരം ഇളകുന്ന ഭാഗത്തോടനുബന്ധമായിട്ട് നമുക്ക് വേദനകളൊക്കെ നമുക്ക് ശരീരത്തിൽ തോന്നാം. എന്നാൽ അത് അടുത്ത 2ാമത്തെ ദിവസം കിഴി ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ വേദനകളൊക്കെ തന്നെ മാറാൻ വേണ്ടും സഹായിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.